അധ്യായം 7. കിഷോർ തോമസ് അഡ്വക്കേറ്റ് കിഷോർ തോമസ് ആയി. അപ്പായുടെ കൂടെ അവനും പ്രാക്ടീസ് ആരംഭിച്ചു. അതേ വർഷം ആൻസി കോളേജിൽ നിന്നും റിട്ടയർമെന്റ് ആയി. അതോടെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കാൻ അവൾക്ക് കഴിഞ്ഞു. തോമസ് ചാണ്ടിയും കിഷോറും ഒരുമിച്ച് രാവിലെ കോടതിയിൽ പോകും, വൈകുന്നേരം വരും. രണ്ടുപേർക്കും അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള ഉച്ചഭക്ഷണം അവൾ സമയത്ത് തന്നെ തയ്യാറാക്കി കൊടുക്കുമായിരുന്നു. റോസ്മേരിക്ക് ക്യാമ്പസ് ഇന്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടിയില്ല. പക്ഷേ ബാംഗ്ലൂരിലെ സാമാന്യം തരക്കേടില്ലാത്ത ഒരു കമ്പനിയിൽ ജോലി കിട്ടി. വിശ്രമമില്ലാതെ ജോലി ചെയ്യണമായിരുന്നു. എങ്കിലും ആകർഷകമായ ശമ്പളമുണ്ട് എന്നത് ആശ്വാസകരമായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്ന പോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ എങ്കിലും മമ്മിയെ ഫോണിൽ വിളിക്കുകയും നാട്ടിൽ വന്നാൽ മമ്മിയുടെ അടുത്ത് വരാതെ തിരിച്ചു പോകാറില്ലായിരുന്നു എന്ന പതിവിന് മുടക്കം വരുത്തിയില്ല. ജോലി കിട്ടിക്കഴിഞ്ഞ് മമ്മിക്കായി എന്തെങ്കിലും സമ്മാനമില്ലാതെ അവൾ വന്നിരുന്നില്ല. കിട്ടുന്ന ശമ്പളം മുഴുവൻ മമ്മിക്ക് കൊടുത്താലും മമ്മിയോടുള്ള കടം വീട്ടാൻ സാധിക്കുകയില്ല എന്ന് അവൾ പറഞ്ഞു. കാരണം മമ്മി ചെയ്തതുപോലെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്യുവോ? മകൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ പഠന ചെലവ് പോലും എടുക്കാൻ ആരാണ് തയ്യാറാവുന്നത്? 4 വർഷത്തോളം അവൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്തു. അത്യാവശ്യം വീട്ടിലെ കടങ്ങളൊക്കെ വീട്ടി. അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ അനീതിമാരെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. എന്നും അവളുടെ ബാങ്ക് ബാലൻസ് 0 ആയിരുന്നു. ഒടുവിൽ അവൾ ആഗ്രഹിച്ചതും കാത്തിരുന്നതും പോലെ അവരെ ഒന്നിപ്പിക്കാൻ വീട്ടുകാർ തീരുമാനിച്ചു. കല്യാണം കഴിഞ്ഞതേ അവൾ ജോലി രാജിവെച്ച് തോമസ് ചാണ്ടിയുടെയും കിഷോറിന്റെയും കൂടെ പ്രാക്ടീസിന് പോകാൻ തുടങ്ങി. സ്വന്തം മകൾക്ക് വേണ്ടി എന്ന പോലെ ആൻസി അവൾക്ക് വേണ്ടിയും ഉച്ചയൂണ് സ്വന്തം കൈകൊണ്ട് പൊതിഞ്ഞു കൊടുക്കുമായിരുന്നു. റോസ്മേരിയുടെ അനുജത്തിമാർക്ക് കിഷോർ ചേച്ചിയുടെ ഭർത്താവ് മാത്രമായിരുന്നില്ല, സ്വന്തം ആങ്ങളയെ എന്ന പോലെയാണ് അവർ കണ്ടത്. ആ സ്വാതന്ത്ര്യത്തോടും അവകാശത്തോടും കൂടി തന്നെ അവർ അവനോട് പെരുമാറി. അവൻ അവരെ സ്നേഹിച്ചത് സ്വന്തം പെങ്ങന്മാർ എന്ന രീതിയിലാണ്. അവളുടെ വീട്ടിലെ ഏത് കാര്യത്തിനും അവൻ ഒരു മരുമകനെ പോലെയല്ല, മകനെ പോലെയായിരുന്നു. ഒരിക്കൽ റോസ്മേരിയുടെ അമ്മ പറഞ്ഞു, എനിക്ക് ആദ്യത്തെ പെൺകുഞ്ഞുണ്ടായപ്പോൾ ഞാൻ ചിന്തിച്ചു ഇവൾ ഒരു ആൺകുഞ്ഞായിരുന്നുവെങ്കിലെന്ന്. എന്നാൽ ഇന്ന് ഈ മകളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഇത് മോളായതുകൊണ്ടല്ലേ മോനെ പോലെ ഒരു മരുമകനെ കിട്ടിയത്, മകനേക്കാൾ സ്നേഹമുള്ള മരുമകൻ. കാലങ്ങൾ മുന്നോട്ട് നീങ്ങി. തോമസ് ചാണ്ടി കേരള ഹൈക്കോടതിയിലെ തന്നെ സീനിയർ അഡ്വക്കേറ്റ്സിൽ ഒരാളാണ്. പ്രായമായി വരുന്നു എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് എന്നും ഓഫീസിൽ പോകുന്ന ശീലമൊന്നും ഇന്നില്ല. അധികം കേസുകളൊന്നും പിടിക്കാറുമില്ല. വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം കോടതിയിൽ പോകും. എല്ലാ കേസുകളും കിഷോറിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. തോമസ് ചാണ്ടിയുടെ മകൻ എന്ന പേരിലും അവന് കഴിവുള്ളതിനാലും അത്യാവശ്യം പേരുള്ള ഹൈക്കോടതി അഡ്വക്കേറ്റ് ആണ് അവനും. അപ്പായുടെ ആശയങ്ങളെ അതേപടി പകർത്തുവാൻ അവനും ശ്രമിച്ചു. കേസിൽ എന്തെങ്കിലും സംശയം വന്നാൽ അപ്പായുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ അവൻ മറന്നില്ല. റോസ്മേരി 2 പ്രാവശ്യം അമ്മയായി. മൂത്തത് ആൺകുട്ടിയും രണ്ടാമത്തേത് പെൺകുട്ടിയും. അവൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കിഷോറും റോസ്മേരിയും രാവിലെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ പേരക്കുട്ടികളെ നോക്കുന്നതും അവരെ സ്കൂളിൽ വിടുന്നതുമെല്ലാം തോമസ് ചാണ്ടിയും ആൻസിയും കൂടിയാണ്. ഒരു ദിവസം കിഷോറും റോസ്മേരിയും ഓഫീസിലായിരിക്കുമ്പോൾ ഒരു വൃദ്ധൻ അവന്റെ അടുത്ത് വന്നു. വസ്ത്രധാരണം കണ്ടതേ അവന് മനസ്സിലായി അദ്ദേഹം മുസ്ലിം ആണെന്ന്. അവന്റെ മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഹമ്മദ് ഹാജി, സാറിനെ കാണാൻ വന്നതാ. കിഷോർ പറഞ്ഞു, ഇരിക്കൂ. കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം തുടർന്നു, എന്റെ വീട് ആലുവായിലാണ്. എനിക്ക് 2 പെൺമക്കളാണുള്ളത്, ആമിനയും ആയിഷയും. 2 പേരും പഠിക്കാൻ മിടുക്കരായിരുന്നു. പഠിക്കുക എന്നത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ആമിനയുടെ സ്വപ്നമായിരുന്നു ഒരു ഡോക്ടർ ആവുക എന്നത്. എൻട്രൻസ് എഴുതി മെറിറ്റിൽ അവൾക്ക് അഡ്മിഷനും കിട്ടി. ആമി ഡോക്ടറാകാൻ പോകുന്നു എന്നറിഞ്ഞ സങ്കുചിത മനസ്ഥിതിക്കാരായ ചില കുടുംബക്കാരും മതനേതാക്കന്മാരും വീട്ടിൽ വന്നു. അവർ പറഞ്ഞു, അവൾ പെൺകുട്ടിയാണ്,
ഇനി അവളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് നിക്കാഹ് നടത്തുക. ഒരു മുസ്ലിം പെൺകുട്ടി ഒരിക്കലും ഡോക്ടറാകാൻ പാടില്ല. ഡോക്ടറിന് അന്യമതക്കാരെ തൊടേണ്ടി വരും, അവരെ ശുശ്രൂഷിക്കേണ്ടി വരും. അതൊന്നും ഒരു ഇസ്ലാമിന് ചേർന്നതല്ല. മനുഷ്യനെ സ്നേഹിക്കാനും കാരുണ്യത്തോടെ പെരുമാറാനുമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവർ അള്ളാഹുവിൻ്റെ മക്കളാണ്. ഒരു അന്യമതക്കാരനെ സ്പർശിക്കുന്നതിന്റെ പേരിൽ അള്ളാഹു ആരെയും ശിക്ഷിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ ഇറക്കി വിട്ടു. മോളുടെ ആഗ്രഹമനുസരിച്ച് തന്നെ അവളെ പഠിപ്പിക്കണമെന്ന തീരുമാനത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. അതോടെ എൻ്റെ സ്വന്തക്കാരിൽ പലരും എൻ്റെ ശത്രുക്കളായി. അതൊന്നും വകവയ്ക്കാതെ ഞാൻ അവളെ പഠിപ്പിച്ചു. ആലുവായിലെ തന്നെ ഒരാശുപത്രിയിൽ അവൾക്ക് ഡ്യൂട്ടി ഡോക്ടറായി ജോലി കിട്ടി. ഡോക്ടറുടെ ജോലിയല്ലേ, രോഗികളുടെ ജീവന്റെ കാര്യമാണല്ലോ. ചിലപ്പോൾ ആശുപത്രിയിൽ നിന്ന് രാത്രിയിൽ വിളി വരും. ഒരു മടിയും കൂടാതെ അവൾ പോകുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ വീട് ഇത്തിരി ഉള്ളിലായിട്ടാണ്. വീട്ടിൽ നിന്ന് ആശുപത്രിയിലെത്താൻ സ്വന്തം വണ്ടിക്കാണെങ്കിൽ അരമണിക്കൂർ മിച്ചം എടുക്കും. അവൾ ആശുപത്രിയിൽ പോകുവാനായി സ്കൂട്ടി മേടിച്ച് അതിലാണ് യാത്ര. ഒരു വർഷം മുമ്പ് ഒരു ദിവസം ഞങ്ങൾ വൈകിട്ട് അത്താഴം കഴിഞ്ഞ് കിടക്കാൻ ഒരുങ്ങുന്ന നേരം ആമയ്ക്ക് ആശുപത്രിയിൽ നിന്നും ഒരു കോൾ വന്നു. ആക്സിഡന്റ് പറ്റി ആരെയോ കൊണ്ടുവന്നിരിക്കുന്നു, ഉടനെ ചെല്ലുക എന്ന് പറഞ്ഞ്. അവൾ ഉടനെ തന്നെ വേഷം മാറി പർദായും ധരിച്ചു ഇറങ്ങി. ഞാൻ ചോദിച്ചു, രാത്രിയല്ലേ മോളെ, എന്തിനാ പർദ ധരിക്കുന്നത്? ഇതിന്റെ പേരിൽ ഉപ്പായെ ആരും ശകാരിക്കേണ്ട എന്ന് പറഞ്ഞ് അവൾ പോയി. പിന്നെ എൻ്റെ ആമയുടെ മയ്യത്താണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ് ആ വൃദ്ധൻ പൊട്ടിക്കരയാൻ തുടങ്ങി. കിഷോർ തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ആശ്വസിപ്പിച്ചു. ഇത് കണ്ട് റോസ്മേരിയും ആശ്വാസവചനങ്ങളുമായി എത്തി. വൃദ്ധൻ തുടർന്നു, അന്ന് വൈകിട്ട് അവൾ വീട്ടിൽ തിരിച്ചെത്തിയില്ല. ആശുപത്രിയിൽ നിന്നും താമസിച്ചു വരുന്ന ദിവസം ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ അവൾ കതക് തുറന്ന് മുറിയിൽ കയറി കിടന്നുറങ്ങുകയാണ് പതിവ്. രാത്രി എപ്പോഴെങ്കിലും അവൾ വന്നു കിടന്നുവെന്ന് ചിന്തിച്ച് ഞങ്ങൾ അവളെ തിരക്കിയില്ല. രാവിലെ അവളെ കാണാതായപ്പോൾ ഞാൻ ആശുപത്രിയിലേക്ക് ഫോൺ ചെയ്തു. അപ്പോഴാണ് അറിഞ്ഞത് രാത്രിയിൽ തന്നെ അവൾ ആശുപത്രിയിൽ നിന്നും തിരിച്ചു പോയതായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് പിച്ചി ചീന്തി കിടക്കുന്ന ആമിനയുടെ മയ്യത്ത് അവൾ പോകുന്ന വഴിക്കുള്ള കലിങ്ങിന്റെ അടിയിൽ നിന്നും കിട്ടിയത്. ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു. പ്രതികളായ 3 പേരെയും 6 മാസം കഴിഞ്ഞപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ തന്നെ അടുത്ത് താമസിക്കുന്ന പിള്ളേരായിരുന്നു അവർ. കേസ് കോടതിയിൽ വന്നപ്പോൾ അവർക്കെതിരെ ശക്തമായ തെളിവുകൾ നിരത്തുവാൻ ഞങ്ങളുടെ വക്കീലിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആലുവ കോടതി അവർക്ക് ജാമ്യം അനുവദിച്ചു. എൻ്റെ ആമയെ ഇല്ലാതാക്കിയവർക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം. അതിനുവേണ്ടി അവരുടെ ജാമ്യം പിൻവലിച്ച് അവരെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് സാർ വാദിക്കണം. എൻ്റെ ആമയ്ക്ക് നീതി കിട്ടുവാൻ ഏതൊരറ്റം വരെയും പോകുവാനും ഞാൻ മടിക്കില്ല. അവർക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കാതെ എനിക്ക് വിശ്രമമില്ല. അവരാണ് ഇത് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അവർക്കെതിരെ തെളിവുകളില്ല. കോടതിക്ക് വേണ്ടത് സത്യമല്ലല്ലോ, തെളിവുകളാണല്ലോ. എൻ്റെ ആമയെ നശിപ്പിച്ചവരെ ഇല്ലാതാക്കുവാൻ എനിക്ക് ഒരു ഭരണഘടനയുടെയും നിയമത്തിന്റെയും സഹായം ആവശ്യമില്ല. ഈ പ്രായത്തിലും അവരോട് പ്രതികാരം ചെയ്യുവാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. അതിനുള്ള ആരോഗ്യവും ചങ്കൂറ്റവും എനിക്ക് ഇന്നും ഉണ്ട്. പക്ഷേ അതിന് ഞാൻ മുതിരാത്തത് ആരെയും പേടിച്ചിട്ടല്ല. എന്നെപ്പോലുള്ള സാധാരണക്കാർ എല്ലാ 5 വർഷവും മുടങ്ങാതെ പോളിംഗ് ബൂത്തിൽ ലൈൻ നിന്ന് വോട്ട് ചെയ്യുന്നവർ, ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ കോടതികളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ടാണ്. കോടതിയിൽ വന്നാൽ അവിടെ നീതിയും ന്യായവും മാത്രമേയുള്ളൂ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. കോടതി സത്യം മാത്രമേ പറയൂ എന്നത് ഞങ്ങളുടെ വിശ്വാസമാണ്. ജഡ്ജിമാരുടെ വായിൽ നിന്നും വീഴുന്ന ഓരോ വാക്കുകളെയും ദൈവവചനം പോലെ കണ്ട് അവരെ ദൈവതുല്യം ആദരിക്കുന്നവരാണ് ഭാരതീയർ. നീതിയും ന്യായവും നടത്തേണ്ട കോടതികൾ രാഷ്ട്രീയക്കാർ എറിഞ്ഞുകൊടുക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾക്കായി വായ് പൊളിച്ചിരിക്കുന്നവരായാൽ എന്നെപ്പോലെ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് ഏറ്റവും ഒടുവിലത്തെ ആശ്രയമായ
ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ നീതി നിഷേധിക്കപ്പെട്ടവർ ഭ്രാന്തന്മാരാണ്. കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്നെ പോലെയുള്ളവർ ആയുധം എടുക്കും. അത് രക്തം ചൊരിയൽ ഹരമാക്കിയത് കൊണ്ടല്ല, ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ കീഴ്ക്കോടതിയിലെ ജഡ്ജിയായിരുന്ന് മേൽക്കോടതിയിലെ ജഡ്ജിമാരെ ജയിലിൽ അടയ്ക്കണം എന്ന് വിധി പറഞ്ഞും മയിലിന്റെ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് ഇണ ചേർന്നത് കൊണ്ടല്ല, മറിച്ച് പൂവൻ മയിലിന്റെ കണ്ണീർ കുടിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള വിഡ്ഢി പ്രസ്താവനകൾ ഇറക്കി മയിലിന് ബ്രഹ്മചര്യം സമ്മാനിച്ച് ഏതെങ്കിലുമൊക്കെ മതക്കാരെയോ രാഷ്ട്രീയക്കാരെയോ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്ന പക്ഷപാതക്കാരാണ് ഈ പരമോന്നത സ്ഥാനത്തിന് കളങ്കമായി ഇരിക്കുന്നത് എങ്കിൽ പിന്നെ ഞാൻ അതിൽ വിശ്വസിക്കില്ല. എന്റേതായ രീതിയിൽ അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ കൊടുത്ത് ആമയ്ക്ക് വേണ്ടി ഞാൻ നീതി നടപ്പാക്കും. ആലുവ കോടതിയല്ല നീതിപീഠത്തിന്റെ അവസാന സ്വരം. കൊടുത്ത ജാമ്യം പിൻവലിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും എന്റെ കഴിവിന്റെ പരമാവധി ആമയ്ക്ക് വേണ്ടി ഞാൻ കൂടെയുണ്ട്. ഇനി ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കേണ്ട. അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ ഞങ്ങളൊക്കെ കൂടെയുണ്ട്. ധൈര്യമായിരിക്കും. മുഹമ്മദ് ഹാജിയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് കിഷോർ പറഞ്ഞു. ആമിന വധക്കേസുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം വരുത്തിച്ച് കിഷോർ എല്ലാം വിശദമായി പഠിച്ചു. അപ്പായുടെയും സഹായം തേടി. കിഷോർ പല പ്രാവശ്യം ആലുവായ്ക്ക് പോയും സംഭവസ്ഥലം സന്ദർശിച്ചും കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി. മുഹമ്മദ് ഹാജിയുടെ ആഗ്രഹപ്രകാരം ആ 3 പേർക്കും അനുവദിച്ചു കൊടുത്ത ജാമ്യം പിൻവലിച്ച് അവരെ പോലീസിന് വിട്ടുകൊടുക്കണമെന്ന് കിഷോർ വാദിച്ചു. എന്നാൽ ജാമ്യം അനുവദിച്ചത് ന്യായമാണെന്ന് പറഞ്ഞ് അവരുടെ വക്കീലും വാദിച്ചു. ഒടുവിൽ ഈ കേസിന്റെ അന്തിമ വാദത്തിനുള്ള ദിവസം ആയി. വാദിയെയും പ്രതിയെയും കോടതി നോട്ടീസ് അയച്ചു വരുത്തി. കോടതിയുടെ വാതിലുകൾ കടന്ന് വക്കീലന്മാർ സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു. പുറകിലിരിക്കുന്ന തടിബെഞ്ചുകളിൽ ആളുകളും ഇരുന്നു. 10:50 ആയപ്പോഴേക്കും കോടതി മുറിക്കുള്ളിലെ ജഡ്ജിയുടെ സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളും നിറഞ്ഞു. കോടതിയോടുള്ള ബഹുമാനം കൊണ്ട് എല്ലാവരും മൊബൈൽ ഫോണുകൾ നിശബ്ദമാക്കി. വക്കീലന്മാർ പരസ്പരം കുശലം അന്വേഷിക്കുകയും തമാശകൾ പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. കോടതിയുടെ മുന്നിൽ ഗാന്ധിജിയുടെ ചിത്രത്തിന് താഴെ വെച്ചിരിക്കുന്ന ക്ലോക്കിൽ സമയം 11 ആയപ്പോൾ ജഡ്ജിയുടെ ക്ലർക്ക് ബെല്ലിൽ വിരലമർത്തി. ആ സ്വരം ശ്രവിച്ച എല്ലാവരും നിശബ്ദരായി എഴുന്നേറ്റു. അപ്പോൾ ജഡ്ജി കടന്നു വന്ന് സദസ്സിന് മുൻപിൽ കൈകൂപ്പി കുനിഞ്ഞ് നമസ്കരിച്ചതിന് ശേഷം എല്ലാവരും ഇരുന്നു. ഉടനെ ക്ലർക്ക് എഴുന്നേറ്റ് നിന്ന് കേസ് വിളിക്കാൻ ആരംഭിച്ചു. ആദ്യം വിളിച്ചത് തന്നെ ആമിനയുടെ കേസായിരുന്നു. ഉടനെ തന്നെ കിഷോറും എതിർഭാഗം വക്കീലും എഴുന്നേറ്റ് ജഡ്ജിയുടെ ചേംബറിനോട് ചേർന്ന് നിന്നു. ജഡ്ജി എതിർഭാഗം വക്കീലിനെ നോക്കി. അദ്ദേഹം ജഡ്ജിയെ വണങ്ങിയിട്ട് തുടർന്നു. എന്റെ കക്ഷികളായ പ്രദീപ്, വിക്രം, മുകേഷ് എന്നിവർ തികച്ചും നിരപരാധികളാണ്. ഇവർ മൂവരും ആമനയുടെ കളിക്കൂട്ടുകാരും സഹപാഠികളും. ഇവർ അയൽപക്കാരുമാണ്. ദിവസവും തമ്മിൽ കാണുന്നതാണിവർ. ഒരിക്കൽ പോലും ഇവരുടെ ഭാഗത്തു നിന്ന് ആമനയോട് മോശമായ രീതിയിൽ പെരുമാറ്റം ഉണ്ടായതായി നാട്ടുകാരായ ആർക്കും അറിയില്ല. ഇവർ 2 കൂട്ടരെയും വ്യക്തിപരമായി അറിയുന്ന ഏതാനും ചിലരുടെ മൊഴി രേഖപ്പെടുത്തുവാൻ അനുവദിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ജഡ്ജിയുടെ അനുവാദം കിട്ടിക്കഴിഞ്ഞ് ഏതാനും പേരെ വിസ്തരിച്ച് അവരുടെ മൊഴികൾ എടുത്തു. കോടതി മുൻപാകെ സത്യം മാത്രമേ പറയൂ എന്ന് സത്യം ചെയ്ത് അവർ വക്കീലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. അവരുടെ എല്ലാ മൊഴി ഇവർ നിരപരാധികളാണ് എന്ന രീതിയിലായിരുന്നു. വക്കീൽ തുടർന്നു. ഇവർക്ക് പെൺകുട്ടിയുമായോ അവളുടെ കുടുംബത്തോടോ വ്യക്തിവൈരാഗ്യമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ കൊല ചെയ്തു എന്ന് പറയുവാൻ കഴിയുന്നത്? കൃത്യം അവർ ചെയ്തു എന്ന് കണ്ട ദൃക്സാക്ഷികൾ ആരുമില്ല. ഇവർ തമ്മിൽ പൂർണ്ണ ശത്രുതയുമില്ല. അന്ന് ആമിന ആശുപത്രിയിൽ പോയത് അസമയത്താണ്. അതും പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് വിളി വന്ന് അവൾ പോയി. അത് എന്റെ കക്ഷികൾ അറിയാൻ പോലുമുള്ള സാധ്യതയില്ല. പിന്നെ അവരാണ് കൊല ചെയ്തത് എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണ് ഉള്ളത്? ശരിയാണ്,
അവർ അന്ന് രാത്രി 12-നും 1 മണിക്കും ഇടയ്ക്ക് ആ വഴി പോയി എന്നത് സത്യമാണ്. കലുങ്കിനടിയിൽ നിന്ന് കരച്ചിൽ കേട്ട് അവർ ബൈക്ക് നിർത്തി ഇറങ്ങിച്ചെന്നപ്പോൾ ആരൊക്കെയോ ചേർന്ന് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതാണ് അവർ കണ്ടത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതൊരു ചെറുപ്പക്കാരനെ പോലെ അവരും പ്രതികരിച്ചു. മൽപ്പിടുത്തം നടത്തേണ്ടി വന്നു. എങ്കിലും ഇരുട്ടിന്റെ മറവിൽ ആരുടെയും മുഖം തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ അവർ ഇരുട്ടിന്റെ മറവിലേക്ക് ഓടി മറയുകയും ചെയ്തു. പെൺകുട്ടിക്ക് അനക്കവുമില്ല, ശ്വാസവും എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവർ അമ്പരന്നു പോയി. ആ പെൺകുട്ടിയുടെ മുഖം പോലും നോക്കാതെ ഭയന്ന് വിറച്ച് അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. സത്യത്തിൽ അത് അവരുടെ കളിക്കൂട്ടുകാരിയും അയൽവാസിയും സ്വന്തം പെങ്ങളെപ്പോലെ കാണുന്ന ആമിന ആയിരുന്നുവെന്ന് അവർക്ക് അറിയത്തേയില്ലായിരുന്നു. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് വെറും സാഹചര്യ തെളിവുകൾ വച്ചാണ്. ആമിന പോയ വഴിയെ പോയതുകൊണ്ട് ഇവർ കുറ്റവാളികളാകുന്നില്ല. പോലീസിന് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഇവരെ ബലിയാടാക്കരുത്. 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നമ്മുടെ നിയമസംഹിതയുടെ അടിസ്ഥാനമായ ആശയം ഓർത്ത് എന്റെ കക്ഷികളുടെ ജാമ്യം പിൻവലിക്കുവാനുള്ള ഹർജി തള്ളി ഈ കേസ് അവസാനിപ്പിക്കണമെന്നും കീഴ്ക്കോടതിയുടെ തീരുമാനം ശരിവെച്ചുള്ള വിധി ഈ കേസിൽ നൽകണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു. ജഡ്ജിയുടെ അനുവാദത്തോടെ കിഷോർ തന്റെ വാദങ്ങൾ ആരംഭിച്ചു. ഇവരുടെ കുടുംബങ്ങൾ തമ്മിൽ യാതൊരു ശത്രുതയും ഇല്ല. വളരെ സ്നേഹത്തിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. സഹപാഠികളാണ്, സുഹൃത്തുക്കളാണ്, സഹോദരിയെ പോലെ കാണേണ്ടതായിരുന്നു. എല്ലാം ശരിയാണ്. പക്ഷേ ഈ കേസ് മനസ്സിലാക്കണമെങ്കിൽ ഇവരുടെ ചെറുപ്പം മുതലേയുള്ള ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഇവർ മുസ്ലിം വിരുദ്ധ സേനയുടെ അംഗങ്ങളാണ്. ദിവസവും വൈകുന്നേരങ്ങളിൽ കുട്ടി നിക്കറും വെള്ള ഷർട്ടും ധരിച്ച് മുളവടിയും പിടിച്ച് പരേഡിന് പോകുകയും മുടങ്ങാതെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുമായിരുന്നു. സ്കൂളിലെ പഠനമൊക്കെ ഉഴപ്പി നടന്നുവെങ്കിലും ഈ സേനയുടെ പ്രത്യയശാസ്ത്രങ്ങൾ ഹൃദയത്തിൽ സ്വർണ്ണ അക്ഷരത്തിൽ അവർ എഴുതിയവരാണ്. പഠനം പോലും നിർത്തി ഇതിന്റെ ഒരു മുഴുവൻ സമയ പ്രവർത്തകരായാണ് അവർ ജീവിച്ചിരുന്നത്. ഈ സേനയുടെ ആശയങ്ങൾ അതിലെ തെറ്റും ശരിയും നോക്കാതെ തന്നെ പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിച്ചിരുന്നു. കുറച്ചു വർഷങ്ങളായുള്ള അവരുടെ ഭാരതത്തിന്റെ മതനിരപേക്ഷത നശിപ്പിച്ച് ഭാരതത്തെ ഒരു ഹിന്ദു രാഷ്ട്രം ആക്കുക എന്നത് മാത്രമാണ്. അതിനായി ഹിന്ദു അല്ലാത്തവരോട് വെറുപ്പ് കാട്ടുക, തക്കം കിട്ടിയാൽ അഹിന്ദുക്കളെ ആക്രമിച്ചില്ലാതാക്കുക, രാജ്യത്തിന്റെ പല ഭാഗത്തും മുസ്ലിങ്ങളോട് ശത്രുത വളർത്തുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. ഭരണകൂടവും നീതിപീഠവും മുൻകരുതലുകൾ എടുക്കുന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ കൊച്ചു കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കും. ആമിന കൊല്ലപ്പെട്ട ദിവസം ആലുവായിൽ ഇവരുടെ ഒരു മീറ്റിംഗ് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നടത്തപ്പെടുകയുണ്ടായി. അതിലെ പ്രധാന പ്രമേയം ഹിന്ദു രാഷ്ട്രം ആയിരുന്നു. മുസ്ലിമുകളുടെ ജനന നിരക്ക് വളരെ കൂടുതലാണ്. അത് തടഞ്ഞ് അവരെയെല്ലാം വന്ധീകരിക്കണം. അവരെ ഭാരതത്തിൽ നിന്നും തുരത്തണം. ഭാരതത്തിൽ ജീവിക്കുന്നവരിൽ നിന്ന് കരം പിരിക്കണം. വോട്ട് ചെയ്യാനുള്ള അവരുടെ അവകാശം എടുത്തു കളയണം. മുസ്ലിമുകളെ 2ാം തരം പൗരന്മാരായി കണക്കാക്കി അവരുടെ അവകാശങ്ങൾ എടുത്തു മാറ്റണം. മുസ്ലിം പള്ളികളുടെ മുകളിൽ നിന്നും ഓംകാരനാദം മുഴങ്ങണം. മുസ്ലിമുകളുടെ ഭവനങ്ങളിൽ തോറും കയറിയിറങ്ങി അവരുടെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണം. മതം സംരക്ഷിക്കാൻ ഓരോ ഹിന്ദുവും ആയുധം എടുക്കട്ടെ എന്നതൊക്കെയായിരുന്നു ആ മീറ്റിംഗിന്റെ ചുരുക്കം. 2020ഓടെ ഹിന്ദു മാത്രമുള്ള ഇന്ത്യയെ വാർത്തെടുക്കുവാനുള്ള സംരംഭത്തിന്റെ തുടക്കമാണ് അവിടെ നടന്നത്. മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ നിന്നും 500 രൂപയുടെ ടീയേയും വാങ്ങി അവർ നേരെ പോയത് വിദേശ മദ്യഷോപ്പിന്റെ മുന്നിൽ ലൈൻ നിൽക്കാനാണ്. അവിടെ നിന്ന് കുപ്പിയും മേടിച്ച് വഴിനീളെ നിന്നും ഇരുന്നും കുടിച്ചാണ് അവർ പോയത്. പ്രധാന വഴിയിൽ നിന്നും അവരുടെ വീട്ടിലേക്ക് പോകാനുള്ള ഇടവഴിയുടെ വലതുവശത്തുള്ള ആലിന്റെ ചുവട്ടിലിരുന്നാണ് അവർ ആ കുപ്പി തീർക്കുന്നത്. അവിടെ മദ്യലഹരിയിൽ ഇരിക്കുമ്പോഴാണ്
പർദ്ദ ധരിച്ച് ആശുപത്രിയിൽ നിന്നും തിരിച്ചു പോകുന്ന ആമിനയെ അവർ മഴിവിളക്കിന്റെ വെളിച്ചത്തിൽ കാണുന്നത്. സമയം ഏകദേശം 12 കഴിഞ്ഞിരുന്നു. വിജനമായ വീഥികൾ. അവൾക്ക് പോകേണ്ട വഴിയിൽ ഈ സമയം ആരും വരില്ല, വെളിച്ചവും ഇല്ല. ഇവരിൽ ഒരാൾ പറഞ്ഞു, ദേ നോക്ക്, ഒരു പർദ്ദാക്കാരി പോകുന്നു. അത് നമ്മുടെ ആമിയല്ലേ? അടുത്തയാൾ ചോദിച്ചു. ആരാണെങ്കിലും അവൾ ഒരു മുസ്ലിമാണ്. ഞാൻ പണ്ടേ തന്നെ അവളെ നോട്ടമിട്ടിരുന്നതാണ്. ഇതിലും നല്ല ഒരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടില്ല. വന്ന് വണ്ടിയിൽ കയറ് എന്ന് മൂന്നാമൻ പറഞ്ഞു. ബൈക്ക് എടുത്ത് മൂവരും കൂടി അവളെ പിന്തുടർന്ന് കലിങ്കിലെത്തിയപ്പോൾ തടഞ്ഞു. ഒരു ദയ്യം കൂടാതെ അവളെ എടുത്ത് താഴേക്കെറിഞ്ഞു. അവിടെ വെച്ച് അവൾ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടു. സ്ത്രീയെ ദേവിയായി കണക്കാക്കി ആദരിക്കുന്നതാണ് ഭാരതീയ സംസ്കാരം. സ്വാമി വിവേകാനന്ദന്റെയും മഹാത്മാഗാന്ധിജിയുടെയും നാടായ ഭാരതത്തിൽ മതത്തിന്റെ പേരിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. ഈ കേസിൽ ഇവരെ മാത്രമല്ല ശിക്ഷിക്കേണ്ടത്. ഇതുപോലെ ഹീനമായ പ്രവർത്തികൾ ചെയ്യുവാൻ യുവാക്കളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവരെ അറസ്റ്റ് ചെയ്ത് രാജ്യം അവർക്ക് നൽകിയിരിക്കുന്ന അധികാരവും ബഹുമതികളും തിരിച്ചെടുത്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ ഏത് കോടതിക്ക് കഴിയും? മനുഷ്യന്റെ മതവികാരത്തെ പോലും വോട്ടുകളാക്കി മനുഷ്യനെ കൊല്ലാൻ മനുഷ്യന്റെ കൈകളിൽ ആയുധം വെച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിച്ച് നിരോധിക്കുവാൻ എന്ന് കോടതിക്ക് കഴിയുന്നുവോ അന്നു മുതൽ നമ്മുടെ സഹോദരിമാർ സുരക്ഷിതരായിരിക്കും. കീഴ്ക്കോടതിക്ക് തെറ്റുപറ്റിയത് കൊണ്ടാണ് ഇവർക്ക് ജാമ്യം നൽകപ്പെട്ടത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ തെറ്റു തിരുത്തി കുറ്റവാളികളായ ഇവരുടെ ജാമ്യം പിൻവലിച്ച് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇവർക്ക് നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. രണ്ടു ഭാഗത്തു നിന്നുമുള്ള വാദങ്ങൾ കേട്ട് തെളിവുകളും ഹാജരാക്കി സാക്ഷികളെയും വിസ്തരിച്ചു കഴിഞ്ഞ് ജഡ്ജി പറഞ്ഞു, ഈ കേസിന്റെ വിധി വരുന്ന 17-ാം തീയതി പറയുന്നതാണ്. 17-ാം തീയതി രാവിലെ തന്നെ വിധി കേൾക്കാൻ രണ്ടു കൂട്ടരും എത്തിച്ചേർന്നു. സമയമായപ്പോൾ ജഡ്ജി ന്യായാസനത്തിങ്കൽ ഇരുന്നു. ആമിന കൊലക്കേസിൽ കീഴ്ക്കോടതിയുടെ നിഗമനം തെറ്റായിരുന്നുവെന്ന് ഈ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. മുസ്ലിം എന്ന സമൂഹത്തോട് തന്നെ വ്യക്തിവൈരാഗ്യം വെച്ച് പ്രതികാര ബുദ്ധിയോടെ ഡോക്ടർ ആമിനയെ മൃഗീയമായി കൊല ചെയ്ത പ്രദീപ്, വിക്രം, മുകേഷ് എന്നീ ചെറുപ്പക്കാരുടെ ജാമ്യം പിൻവലിച്ച് കസ്റ്റഡിയിലെടുക്കുവാൻ ഈ കോടതി ആലുവ പോലീസിന് ഉത്തരവിടുന്നു. മതവികാരത്തെ മുതലെടുക്കുവാൻ ശ്രമിക്കുന്ന വർഗീയവാദികളായ പാർട്ടികൾക്കും വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗങ്ങൾ നടത്തി സാധാരണ ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ കോടതി ശക്തമായ ഭാഷയിൽ താക്കീത് നൽകുന്നു. ഈ താക്കീത് ലംഘിക്കുന്നവർക്കെതിരെ ഈ കോടതി സ്വയമേ കേസെടുക്കുന്നതാണ്. ഈ വിധിവാചകം കേട്ട് മുഹമ്മദ് ഹാജിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീതി നിഷേധിക്കപ്പെട്ടവന്റെ അവസാന ആശ്രയമാണ് നീതിപീഠം എന്ന് പറഞ്ഞ് അദ്ദേഹം നന്ദിപൂർവ്വം കിഷോറിനെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ അദ്ദേഹത്തെ തന്റെ നെഞ്ചോട് ചേർത്തു.